സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരത്തിലെത്തണമെങ്കിൽ ഇനിയും ഏറെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡിന് മുന്നിൽ പോയി UDF 100 സീറ്റുകൾ നേടുമെന്നും അതിൽ തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് 65 സീറ്റുകൾ നേടുമെന്നും ഉറപ്പ് പറയുമ്പോഴും ആ സീറ്റുകൾ ഏതെന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറാകുന്നില്ല, കഴിയുന്നുമില്ല. സതീശൻ പറഞ്ഞ 65 സീറ്റുകൾ നേടണമെങ്കിൽ 1-2 സീറ്റുകൾ പോരാ, 21 സീറ്റുകൾ മാത്രം നിലവിൽ കയ്യിലുള്ള കോൺഗ്രസിന് ഏറ്റവും കുറഞ്ഞത് 44 സീറ്റെങ്കിലും വേണം. വാക്കും നൽകി VD സതീശൻ ദില്ലിയിൽ നിന്നും വണ്ടി കയറുമ്പോഴും ഒരു ഉറപ്പുമില്ല അദ്ദേഹത്തിനും ഏതൊക്കെ സീറ്റുകൾ പിടിച്ചെടുക്കും എന്നുള്ളത്. എന്നാൽ ഞങ്ങൾ മീഡിയ ഗ്രാമം നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് തീർച്ചയായും പിടിച്ചെടുക്കുന്ന ഒരു സീറ്റുണ്ട്. അത് പത്തനംതിട്ടയിലെ അടൂർ നിയമസഭാ മണ്ഡലമാണ്. സംവരണ മണ്ഡലമായ അടൂരിൽ നിലവിൽ ഡെപ്യൂട്ടി സ്പീക്കറായ CPI നേതാവ് ചിറ്റയം ഗോപകുമാറാണ് MLA. എന്നാൽ 2021 കപ്പിനും ചുണ്ടിനുമിടയിൽ കോൺഗ്രസിന് സീറ്റ് നഷ്ടപ്പെട്ടത് അപ്രതീക്ഷിതമായിരുന്നു. കോൺഗ്രസിന്റെ കിടിലൻ യുവ സ്ഥാനാർത്ഥി, അന്ന് പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായിരുന്ന MG കണ്ണനായിരുന്നു ചിറ്റയം ഗോപകുമാറിനെ ഞെട്ടിച്ചത്. 2016 ചിറ്റയം 26,000-ഓളം വോട്ടുകൾക്ക് ജയിച്ചെടുത്താണ് 2021 MG കണ്ണൻ വെറും 2,900 വോട്ടിന് ചിറ്റയത്തെ പൂട്ടിയിട്ടത്. അതും കോൺഗ്രസ് നേതൃത്വം എഴുതിത്തള്ളിയ ഒരു മണ്ഡലത്തിൽ നേരാംവണ്ണം പ്രവർത്തനം പോലും ഏകോപിപ്പിക്കാതെ, ആവശ്യത്തിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലും നൽകാതെ അവഗണിച്ചപ്പോൾ കണ്ണൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആ മണ്ഡലത്തിൽ തരംഗമാകുകയായിരുന്നു. മറ്റൊരു CR മഹേഷിനെ പോലെ. കരുനാഗപ്പള്ളിയിൽ നമുക്കറിയാം, ആദ്യം തുച്ഛമായ വോട്ടിന് പരാജയപ്പെട്ട CR മഹേഷ് 2021 എങ്ങനെയാണ് 30,000 വോട്ടിന് ജയിക്കാൻ പാകത്തിൽ തരംഗമായത്? അതേ രൂപത്തിലും പാകത്തിലും അടൂർ മണ്ഡലത്തിൽ MG കണ്ണൻ പ്രാപ്തനായിരിക്കുകയാണ്. മാത്രമല്ല, ചിറ്റയം ഗോപകുമാർ എന്നതല്ലാതെ മറ്റൊരു നേതാവിനെ കാണിക്കാനില്ലാതെ CPI 3-ാം തവണയാണ് അദ്ദേഹത്തെയും മത്സരിപ്പിച്ചത്. 3 തവണ മത്സരിക്കുന്നത് തന്നെ CPIയുടെ ഒരു രീതിയല്ല. എന്നിട്ടും അവർ ചിറ്റയത്തിന് സീറ്റ് നൽകി. 4-ാം തവണ മത്സരിപ്പിക്കുന്നത് ഒരിക്കലും സാധ്യമേ അല്ല. മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നതും CPIക്ക് വലിയ ബുദ്ധിമുട്ടായി ഇപ്പോൾ നിൽക്കുകയാണ്. അതും ഈ മണ്ഡലത്തെ ഇളക്കി മറിക്കുന്ന MG കണ്ണന് മുന്നിൽ ഒരു തരത്തിൽ കളിക്കാനുള്ള സ്ഥാനാർത്ഥി CPIക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അടൂർ മണ്ഡലത്തിന്റെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് നമുക്കറിയാം. 2011 വരെ ആ മണ്ഡലം ഒരു ജനറൽ മണ്ഡലമായിരുന്നു. മാത്രമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവിന്റെ കുത്തക മണ്ഡലം. 1991 മുതൽ 2011 വരെ അവിടുത്തെ MLA ആയിരുന്ന തിരുവഞ്ചൂർ, അതിനുശേഷം 2011 സംവരണ മണ്ഡലമായതിനു ശേഷമാണ് ചിറ്റയം ഗോപകുമാർ പന്തളം സുധാകരനെ തോൽപ്പിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തത്. പിന്നീട് 3 തവണയും അദ്ദേഹം MLA ആയി. എന്നാൽ ഇത്തവണ CPIക്കും ഇടതുപക്ഷത്തിനും കാലിടറുന്ന ആദ്യ മണ്ഡലമായി അടൂർ മാറുകയാണ്. അടൂർ, പന്തളം എന്നീ മുനിസിപ്പാലിറ്റികളും തുമ്പമൺ, കടമ്പനാട്, പള്ളിക്കൽ, ഇറത്ത, ഏഴംകുളം, കൊടുമൺ, പന്തളം തെക്കേക്കര എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് അടൂർ നിയമസഭാ മണ്ഡലം. ചിറ്റയം ഗോപകുമാർ എന്ന കണ്ടുമടുത്ത മുഖം ആ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സാധാരണയിൽ കവിഞ്ഞ് എടുത്തു കാണിക്കാൻ ഒന്നുമില്ലാതെ നിൽക്കുമ്പോഴാണ് പ്രതീക്ഷകളുടെ കിരണങ്ങൾ എറിയാൻ MG കണ്ണന് അടൂരിൽ കഴിയുന്നത് എന്നതാണ് അടൂരിലെ ഇപ്പോഴത്തെ ട്രെൻഡ്. പഴയ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിന്റെ ആ പോരാട്ട വീര്യം ചോരാതെ തന്നെ നിൽക്കുന്നു എന്നതും CPI ആളെ തപ്പുന്നു എന്നതുമാണ് അടൂരിന്റെ പുതിയ വിശേഷം.